ഹലോ മൈ ഡിയർ ഷുട്ടുമണീസ്. അങ്ങനെ പള്ളം നിറയെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ചുനേരം ഒന്ന് വിശ്രമിക്കാനിരിക്കുന്ന ഒരു സീനാകട്ടോ ഇത്. ഉച്ചക്കലാവരോടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഷുട്ടുമണി പോവാട്ടോ. അവർക്ക് പോകണമെന്നേ ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചു പേരൊക്കെ യാത്ര ആയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ വെച്ച് ചില്ല് ചെയ്യാൻ തുടങ്ങിയേ. അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിൽ ബിരുദമെടുത്ത ബിപിൻ ചേട്ടയുടെ പാട്ട് ആസ്വദിക്കുകയാട്ടോ ഇവരെല്ലാവരും. കലാപരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കാണ് ബാക്കി പരിപാടി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് ഇപ്പാട്ടോ എല്ലാവരും. എൻ്റെ അമ്മ എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിട്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ളായിരുന്നു. പക്ഷെ എല്ലാവരും കണ്ടിട്ട് എങ്ങനെയാ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ചില്ല് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ പൊങ്ങുതും മാമിയും അതുപോലെ തന്നെ റിയയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ നേഹുവിന്റെ കഞ്ഞിക്കറിയും ടീംസ് ആട്ടോ. അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ റയാൻകുട്ടൻ എന്നെ കുന്നിന്റെ മേലുള്ള പള്ളിയിലേക്കാണ് കൊണ്ടുവന്ന ഗൈസ്. അവിടെ നിന്നുള്ള ഒരു വ്യൂ എന്റെ ഗൈസ്. 121 പടി കയറിയാണ് ഈ പള്ളി കയറുന്നത് കേട്ടോ. ആ പള്ളിയുടെ മണ്ടയ്ക്ക് നിന്ന് നോക്കിയത് വേണ്ടേ അവിടെ നിന്ന് കൈപുകി കാണിക്കുന്നു എന്റെ അനിയനും പിള്ളേരും എല്ലാരും കൂടെ. അവിടെ നിന്നുള്ളൊരു കിടുക്കാച്ച് വ്യൂ ആ ഗൈസ്. ഇത് നല്ല പൊളിയാട്ടോ. ആ പള്ളിയുടെ മണ്ടയ്ക്ക് നിന്നുണ്ടല്ലോ മലയാറ്റൂർ മല ഇറങ്ങുന്ന പോലെയാണ് ഞങ്ങൾ തിരിച്ച് ഇറക്കം ഇറങ്ങുന്നത്. എന്തൊരു കഷ്ടപ്പാടാണ് എന്റെ ദൈവമേ. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഒരു ശ്രീകൃഷ്ണൻ കിടക്കുന്നു ഗൈസ്.